എൽ ഡി ആർ സെൻസറിനെ കുറിച്ചും എൽ ഡി ആർ സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൽ ഡി ആർ അഥവാ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റർ എന്നീ പേരുകളിൽ ഈ ഒരു സാധനം അറിയപ്പെടുന്നു. മറ്റുള്ള റെസിസ്റ്ററുകളിൽ നിന്നും ഈ ഒരു റെസിസ്റ്റർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു കാർബൺ റെസിസ്റ്റർ ബാറ്ററിയും LED-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു LDR-ഉം ബാറ്ററിയും LED-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പരീക്ഷണത്തിലൂടെ ഇവ തമ്മിലുള്ള മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഈ ഒരു 2 റെസിസ്റ്ററിന് മുകളിലോട്ട് വെളിച്ചം അടിക്കുകയാണ്. വെളിച്ചം തട്ടുന്ന സമയത്ത് ഈ ഒരു LED-യിൽ വരുന്ന മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ സാധാരണ റെസിസ്റ്ററിന് മുകളിലോട്ട് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ച സമയത്ത് ആ ഒരു LED-യുടെ പ്രകാശത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഒരു LDR-ഉമായിട്ട് കണക്ട് ചെയ്ത LED-ക്ക് LDR-ൽ പ്രകാശം പതിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ് LDR. ഇവിടെ വെളിച്ചം LDR-ൽ തട്ടിയ സമയത്ത് ആ ഒരു LED-ൻ്റെ ബ്രൈറ്റ്നസ് കൂടി വന്നു. വെളിച്ചം കുറയുന്ന സമയത്തോ LED-യുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞു പോകുന്നു. ഇതിനർത്ഥം എന്താണ്? വെളിച്ചം LDR-ൽ തട്ടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നു. വെളിച്ചമില്ലാത്ത സമയത്തോ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടി വരുന്നു. ഇതാണ് LDR-ൽ സംഭവിക്കുന്നത്. വെളിച്ചം LDR-ന് മുകളിൽ പൂർണ്ണമായിട്ടും പതിക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി 100 ohms വരെ കുറയുന്നതായും അതുപോലെ വെളിച്ചം തീരെ തട്ടാത്ത സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി മെഗാ ഓം റേഞ്ചിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിൽ വരുന്ന മാറ്റം ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടാണ് LDR സെൻസർ സർക്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത്. ഇനി വളരെ സിമ്പിളായ LDR സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ദയവായി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോകരുതെന്ന് മാത്രം. ഇവിടെ ഈ ഒരു സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു NPN ട്രാൻസിസ്റ്റർ BC547 എന്ന NPN ട്രാൻസിസ്റ്ററാണ്. വെളിച്ചം പതിക്കുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് ഓൺ ആവുകയും വെളിച്ചം ഇല്ലാത്ത സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് മോഡിലേക്കും പോകുന്ന സർക്യൂട്ടാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നത്. ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് സർക്യൂട്ട് നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ ലോഡായിട്ട് ഞാനൊരു LED ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് പൾസ് നൽകുമ്പോൾ ഈ ഒരു LED ഓൺ ആവുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് സർക്യൂട്ടിൽ അതിൻ്റെ ബേസിലേക്ക് ഒരു ചെറിയ അളവിലുള്ള വോൾട്ടേജ് മാത്രമേ എത്താൻ പാടുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി പോകും. ഇവിടെ ഈ ഒരു LDR ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് പൾസ് ഉയർന്ന അളവിൽ ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് എത്തുകയും ആ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് 82K ഒരു റെസിസ്റ്ററാണ്. ഈ ഒരു റെസിസ്റ്റർ ബാറ്ററി പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് നൽകുമ്പോൾ LED പ്രകാശിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു 82K ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലോഡ് വോൾട്ട് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 12 വോൾട്ട് ബാറ്ററിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വിച്ചിങ് ഓൺ ആയ സമയത്ത് ഈ ഒരു ലോഡിലേക്ക് വരുന്ന വോൾട്ടും 12 വോൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ട് സ്വിച്ചിങ് ഓണായി എന്നതാണ്. ഈ സമയം ഇതിൻ്റെ ബേസിലോട്ട് വരുന്ന വോൾട്ടേജ് അളക്കുന്ന സമയത്ത് 700 മില്ലി വോൾട്ടാണ് മീറ്ററിൽ കാണിക്കുന്നത്. ഇനിയാണ് നമ്മുടെ അടുത്ത പണി. ഈ ഒരു റെസിസ്റ്റർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി LDR എടുത്തുകൊണ്ട് ഈ ഒരു റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് ബാറ്ററി പോസിറ്റീവിൽ നിന്നും കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഈ ഒരു LDR-ൽ കൂടി കയറി ഇറങ്ങി 82K വഴിയായിരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് പോവുക. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മീറ്ററിൽ കാണുന്നത് 700 മില്ലി വോൾട്ട് തന്നെയാണ്. LED പ്രകാശിക്കുന്നുമുണ്ട്. നമുക്കറിയാം LDR-ന് ചുറ്റും ഇപ്പോൾ പ്രകാശമുണ്ട് അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ LDR-ലെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റീവ് ചാർജ് LDR വഴി വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയി 82K-ലോട്ട് എത്തും. അതിനുശേഷം 82K-ൽ നിന്നും ട്രാൻസിസ്റ്റർ ബേസിലോട്ടും. ഇപ്പോൾ LDR പൂർണ്ണമായിട്ടും മറച്ചു പിടിച്ച സമയത്ത് ഈ ഒരു LED-യുടെ ബ്രൈറ്റ്നസ് കുറയുന്നതായിട്ട് കാണാം. ഇതിനർത്ഥം എന്താണ്? LDR-ൽ വെളിച്ചം തട്ടാത്ത സമയത്ത് LDR-ൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുന്നു. അതിൻ്റെ ഫലമായി LDR വഴിയുള്ള കറണ്ട് ഫ്ലോ കുറയുന്നു. ഈ സമയം വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു പോസിറ്റീവ് ചാർജാണ് 82K റെസിസ്റ്ററിൽ എത്തുന്നത്. ആ ഒരു പോസിറ്റീവ് ചാർജിനെ 82K വീണ്ടും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കടത്തിവിടുന്നത്. ഇതിൻ്റെ ഫലമായി ബേസ് കറണ്ടും വോൾട്ടേജും കുറയുകയും ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ടും ഫോർവേഡ് ബയസിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് LED-യുടെ ബ്രൈറ്റ്നസ് കുറയാൻ കാരണം. LED-യുടെ ബ്രൈറ്റ്നസ് കുറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ടും അത് ഓഫാക്കാൻ സാധിച്ചിട്ടില്ല.
വെളിച്ചമില്ലാത്ത സമയത്ത് LED അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഡ് പൂർണ്ണമായിട്ടും ഓഫ് മോഡിലേക്ക് പോകണമെങ്കിൽ ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയസിംഗ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യിക്കണം. ഇതിനായി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. LDR പൂർണ്ണമായും മറച്ചു പിടിച്ച സമയത്ത് ബേസിലേക്ക് വരുന്ന ആ ഒരു ചെറിയ വോൾട്ടേജ് നമ്മൾ തടയണം. ഇതിനൊരു മാർഗമുണ്ട്. ബാറ്ററി നെഗറ്റീവിൽ നിന്നും ഒരു നെഗറ്റീവ് ചാർജ് എടുത്തുകൊണ്ട് ഇതിൻ്റെ ബേസിലേക്ക് നൽകുക. ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് 10K റെസിസ്റ്ററാണ്. ഇവിടെ ഞാൻ 10K റെസിസ്റ്റർ ബാറ്ററി നെഗറ്റീവിൽ നിന്നും ട്രാൻസിസ്റ്റർ ബേസിലോട്ട് നൽകിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സമയം എന്താണ് സംഭവിക്കുന്നത്, ഒരു നിശ്ചിത അളവിലുള്ള നെഗറ്റീവ് ചാർജ് ഈ ഒരു 10K റെസിസ്റ്റർ വഴി ഈ ട്രാൻസിസ്റ്റർ ബേസിലോട്ട് എത്തുന്നു. അതോടൊപ്പം LDR വഴി 82K വഴി പോസിറ്റീവ് ചാർജും ഈ ട്രാൻസിസ്റ്റർ ബേസിലോട്ട് എത്തുന്നു. ഈ സമയം 10K റെസിസ്റ്റർ വഴി വരുന്ന നെഗറ്റീവ് ചാർജിന് മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് നൽകാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയസിലാവൂ. അല്ലാത്ത സമയം ഈ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് മോഡിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 10K റെസിസ്റ്റർ വഴി വരുന്ന നെഗറ്റീവ് ചാർജ് അല്ലേ അവിടെ കൂടുതൽ ഉണ്ടാവുക എന്ന്. എന്നാൽ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇപ്പോൾ പോസിറ്റീവ് ചാർജും വരുന്നുണ്ട്, നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്. ഇവ രണ്ടും ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് ഈ സമയം എത്തുന്നുണ്ട്. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ബേസിലേക്ക് വരുന്ന പോസിറ്റീവ് ചാർജിനായിരിക്കും ഈ ഒരു ട്രാൻസിസ്റ്റർ മുൻഗണന കൊടുക്കുക. ഈ സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു അളവിലുള്ള പോസിറ്റീവ് ചാർജ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ട്രാൻസിസ്റ്റർ പെട്ടെന്ന് സ്വിച്ചിങ് ഓൺ ആയത്. ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് പോലെയാണ് ഇപ്പോൾ LDRും ഈ 82Kയും അതുപോലെ 10K റെസിസ്റ്ററും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സർക്യൂട്ട് നമുക്കൊരു 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 9 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു സർക്യൂട്ട് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഹോബി സർക്യൂട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വെളിച്ചം വരുമ്പോൾ ലൈറ്റ് ഓഫ് ആവുകയും വെളിച്ചം ഇല്ലാത്തപ്പോൾ ലൈറ്റ് ഓൺ ആവുകയും ചെയ്യുന്ന സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഈ ഒരു സർക്യൂട്ട് തന്നെ ചെറിയൊരു മാറ്റം വരുത്തി കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 82K റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്നും പോസിറ്റീവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. കൂടാതെ LDR കണക്ട് ചെയ്യുന്നത് ബാറ്ററി നെഗറ്റീവും ട്രാൻസിസ്റ്റർ ബേസും തമ്മിലാണ്. സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി LDRന് മുകളിലുള്ള വെളിച്ചം ഒന്ന് മറച്ചു നോക്കാം. കണ്ടോ, LED പ്രകാശിക്കുന്നു. രാത്രി സമയത്ത് ലൈറ്റ് ഓൺ ആവുകയും പകൽ സമയത്ത് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സർക്യൂട്ട് നിർമ്മിച്ചാൽ മതി. ട്രാൻസിസ്റ്റർ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ ഒരു 12 വോൾട്ട് മുഴുവനായിട്ടും സ്വിച്ചിങ് ആയിക്കൊണ്ട് ഇതിൻ്റെ ലോഡ് വോൾട്ട് കറക്റ്റ് 12 വോൾട്ട് എത്തിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു 10K പ്രീസെറ്റ് LDRന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെളിച്ചം വരുന്ന സമയത്ത് മാത്രം ലൈറ്റ് തെളിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനായിട്ട് ഈ ഒരു പ്രീസെറ്റിൽ തിരിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. LDRൽ വെളിച്ചമൊന്നും തട്ടാത്ത സമയത്ത് LDR ഹൈ റെസിസ്റ്റൻസിലേക്ക് പോകുന്നു. ഈ സമയത്ത് 82K വഴി പോസിറ്റീവ് ചാർജ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് എത്തുന്നു. അങ്ങനെയാണ് ഇവിടെ LED കത്താൻ കാരണം. അതേപോലെ LDRലേക്ക് വെളിച്ചം വരുന്ന സമയത്ത് LDRൻ്റെ റെസിസ്റ്റിവിറ്റി കുറയുന്നു. ഈ സമയം നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടും ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് പോകുന്നു. LDR ട്രാൻസിസ്റ്ററിൻ്റെ ബേസും ബാറ്ററി നെഗറ്റീവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിലുള്ള റെസിസ്റ്റിവിറ്റി മാത്രമേ LDRന് വെളിച്ചം വരുന്ന സമയത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ സമയത്ത് കൂടുതലായിട്ടും നെഗറ്റീവ് ചാർജുകൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് എത്താൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് മോഡിലേക്ക് പോവുകയും ലൈറ്റ് ഓഫ് ആവാനും കാരണം. ഇനി ചെറിയ അളവിലുള്ള ഒരു പ്രകാശം ഈ ഒരു LDRൽ പതിക്കുമ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് ഓഫ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് ഈ ഒരു 82K വഴി ബാറ്ററി പോസിറ്റീവുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി ഈ ഒരു പ്രകാശത്തിൻ്റെ അളവ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ 82K റെസിസ്റ്ററിന് പുറമെ വീണ്ടും ഒരു റെസിസ്റ്റിവിറ്റി കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയം ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരുന്ന പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കുറച്ചുകൂടി കുറയും. ഇപ്പോൾ LDRന് കുറച്ചുകൂടി ജോലി കുറഞ്ഞു കിട്ടും. കാരണം ഇപ്പോൾ കുറഞ്ഞ അളവിലുള്ള പോസിറ്റീവ് ചാർജ് മാത്രമേ ആ ബേസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അളവിലുള്ള നെഗറ്റീവ് ചാർജ് നൽകുമ്പോൾ തന്നെ ട്രാൻസിസ്റ്റർ ബേസിലോട്ട് നൽകുമ്പോൾ തന്നെ ആ ഒരു LED ഓഫ് ആവാൻ കാരണമാകും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ സൂര്യനെ ഉദിച്ചു വരുന്ന സമയത്ത് പ്രകാശം വളരെ കുറവായിരിക്കും. ഈ ഒരു ചെറിയ പ്രകാശം കിട്ടുമ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് പൂർണ്ണമായിട്ടും ഓഫാക്കാൻ ഈ ഒരു സർക്യൂട്ടിലൂടെ നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു ട്രാൻസിസ്റ്റർ ഈ റിലേയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ AC-യിൽ പ്രവർത്തിക്കുന്ന വലിയ വാട്ട്സ് ഉള്ള ബൾബുകൾ മുതൽ നമുക്ക് ഈ ഒരു ചെറിയ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റിലേ ട്രാൻസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡയോഡ് ഈ ഒരു സപ്ലൈ നൽകുന്ന ആ ഒരു പോയിന്റിൽ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്.
ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് തയ്യാറാക്കാം. ഇവിടെ ബൾബ് ഞാൻ ഒരു പേപ്പർ മുഖേന മറച്ചു വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രകാശം LDRൽ തട്ടി വീണ്ടും ബൾബ് ഓഫ് ആവാൻ കാരണമാകും. ഇപ്പോൾ ഞാൻ LDRന് മുകളിലുള്ള വെളിച്ചം മറയ്ക്കുന്ന സമയത്ത് ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. ഉയർന്ന ആംപിയർ എടുക്കുന്ന റിലേകളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ വാല്യൂ മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ ഈ ട്രാൻസിസ്റ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ലോ ഓംസ് റെസിസ്റ്റർ കളക്ടറിൽ സീരീസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.